വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 4 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 4 സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 2 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്. ഇത്രയും മസാലകൾ ചേർത്ത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ബീഫിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 4 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്. ഇത്രയും നമ്മൾ മസാലകൾ നന്നായിട്ട് ബീഫിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കുക്കർ വെച്ച് അതിലേക്ക് ഈ അരമണിക്കൂർ മസാലയൊക്കെ തേച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്ന ബീഫ് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ബീഫിലുള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു 3 വിസിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബീഫ് നന്നായിട്ട് വേകും. നമ്മളൊരു 2 കിലോ ബീഫിൻ്റെ ഒരു ക്വാണ്ടിറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ബീഫ് വേവാൻ വേണ്ടി നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ 1 മുറി തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫിലൊക്കെ ഇരിക്കുമ്പം തേങ്ങയൊക്കെ കടിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അത്രയും തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞ് വെച്ചു. ഒരു 5 പച്ചമുളക് നടുവേ കീറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 100 ഗ്രാം ഉള്ളി ചെറിയ സ്ലൈസാക്കി എടുത്തു. 2 സവോള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 മുറി തേങ്ങ ചെറിയ ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങയൊന്ന് വറുത്ത് വരുന്നുണ്ട്. കണ്ടോ, ഏകദേശം ആ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതാണ് കറക്റ്റ്. ഈ തേങ്ങാക്കൊത്ത് ബീഫിന് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 100 ഗ്രാം ഉള്ളി നമ്മൾ ചെറിയ സ്ലൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 സവോള നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരണം. നമ്മളിതിലേക്ക് ഒരു 1.5 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയതും 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവോളയും ഉള്ളിയും നമ്മുടെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഉപ്പ് നമുക്ക് ഈ തുടക്കത്തിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നമുക്ക് എന്തേരം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മുടെ ബീഫ് റോസ്റ്റിന് കൊടുക്കും. അപ്പോൾ കണ്ടോ, നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വേവിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്ന ബീഫും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ മിക്സിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറേ നേരം കൂടെ ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ ബീഫിൻ്റെ കളർ നമുക്ക് മാറുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ വേറൊരു കിഡിലൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ബൈ ബൈ.